ഞങ്ങൾ കൊണ്ട് പുറകെ എന്നാണ് പറഞ്ഞു. ഒപ്പം ഉണ്ടെന്ന് ആരും പറയൂല. ഉണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ ഒപ്പത്തിനുണ്ട് എന്നൊരാളും പറയില്ല. പുറകിലുണ്ടെന്നേ പറയത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ കെട്ടിടങ്ങൾ വരുന്നതോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ വരുന്നതോ ഒന്നുമല്ല നാടിൻ്റെ വികസനം. ആണോ? നല്ല വഴികളുണ്ടാകുക അല്ല, അതാണോ വികസനം? ഇപ്പം എൻ്റെ ആശയം എടുത്തുകൊണ്ട് പല ജനപ്രതിനിധികളും അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് മേടിക്കുന്നത്. ഇത്തിരി പൈസ പോയാലും വേണ്ടൂല, കൗൺസിലറെ അല്ലെങ്കിൽ ജനപ്രതിനിധിനെ നമുക്കൊന്ന് കോടതി ഉദ്യോഗസ്ഥനും കൂടെ കയറട്ടെ എന്നുള്ളൊരു ശൈലി. ഒരു നാടിനൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കാര്യമല്ല വലുത്, നാടിൻ്റെ ആവശ്യമാണ്. നമസ്കാരം. നിങ്ങൾ എലക്ഷന് മത്സരിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടു, പോസ്റ്റുകളൊക്കെ കണ്ടു. തീർച്ചയായിട്ടും. കോട്ടയം ജില്ലയിൽ കോട്ടയം മുനിസിപ്പാലിറ്റി, കോട്ടയം കോർപ്പറേഷനിലേക്ക് അല്ല, മുനിസിപ്പാലിറ്റിയാണ്. കോട്ടയം മുനിസിപ്പാലിറ്റിയാണ്. ഓ, കോട്ടയം മുനിസിപ്പാലിറ്റിയാണ്. എത്രാം വാർഡിലേക്ക്? 4ാം വാർഡിലേക്ക് മത്സരിക്കും. സ്വതന്ത്രനാണോ? ഇല്ലില്ല, ഞാൻ ആം ആദ്മി കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ജയിച്ചു വരണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നു. എൻ്റെയൊക്കെ വിഷയമെന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി, ഇപ്പോൾ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ അനുഭവിച്ചത് 11 വർഷവും, എൻ്റെ വീടിന് പെർമിറ്റ് കിട്ടാതിരുന്നത് 11 വർഷവും. അപ്പോൾ ഈ 11 വർഷം എൻ്റെ ലൈഫ് പോയി. അതിന് ഞാനിപ്പോൾ ലാസ്റ്റ് കോമ്പൻസേഷൻ വരെ ചോദിച്ചേക്കോ, 2.5 കോടി രൂപ എനിക്ക് കോമ്പൻസേഷൻ വേണം എന്നതാണ് എൻ്റെ ശൈലി. അപ്പം ഇത് ഞാൻ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി ഞാൻ മേടിച്ചെടുത്ത വിജയം എന്ന് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ അത്രയും ഫൈറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അത്രയും ആളുകൾ ഇല്ലാത്ത പലരും ഉണ്ട്. ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവസാനിപ്പിച്ച് ഒന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം വളരെ ഗുരുതരമാണ്. ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്നല്ല, കേരളത്തിലെ ഏത് മുനിസിപ്പാലിറ്റി എടുത്താലും അഴിമതി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, 5000 രൂപ 10,000 രൂപ കൈക്കൂലി മേടിച്ചു എന്നുള്ളൊരു കേസ് മാത്രമേ വിജിലൻസ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ലക്ഷങ്ങളോ കോടികളോ പിടിച്ച ഒരു വിജിലൻസ് കേസ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു വാർത്തകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത്ര കോടി രൂപ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ കേൾക്കാത്ത? സത്യമായ കാര്യമാണല്ലോ, ഞാൻ ഇപ്പോഴാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? എന്നാൽ ഇവിടെ നടക്കാത്തതാണോ? അല്ല, നടക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പോൾ അവർ കൈക്കൂലി മേടിക്കണ്ട എന്നൊരു അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. അവർ കൈക്കൂലി മേടിച്ചോട്ടെ. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരാൾ നഗരസഭയിൽ ഒരു വീടിൻ്റെ പെർമിറ്റിന് ചെന്ന് കഴിയുമ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കരുതെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ എനിക്ക് നാളെ നിങ്ങൾ ജയിച്ചു വരുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം. നിങ്ങൾ അവിടെ മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോൾ ചക്രക്കുടത്തി നക്കാത്ത ഒരാളും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ എത്ര നല്ല വിശുദ്ധനാണെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിപ്പോവും. പക്ഷേ നാളെ നിങ്ങളവിടെ ജയിച്ച് കയറി ചെല്ലുമ്പോൾ ഒരു സാധാരണക്കാരൻ വന്നൊരു വീടിൻ്റെ പെർമിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ വരുമ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പം എൻ്റെ വാർഡിൽ എൻ്റെ പഴയ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. കൗൺസിലറോട് ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു ഞാനിനി 1 വർഷം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അവരെ ADM, ജില്ലാ കളക്ടർ അടക്കം എല്ലാവരും അവർ ചീത്ത വിളിച്ചിട്ടുണ്ട്. കാരണം ജനപ്രതിനിധികളുടെ എന്താണ് എന്നുള്ളത് അവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതേപോലെ റോഡൊക്കെ എൻ്റെ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടുന്ന അത്രയും പ്രാധാന്യമുണ്ട് റോഡ് തകരുന്നത്. ഇപ്പം എൻ്റെ ഷർട്ട് പൊട്ടി, അല്ലെങ്കിൽ എൻ്റെ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടി, എനിക്കിത് തുറന്നിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? തയ്യക്കട കയറിയിട്ട് ഞാൻ പറയും, എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിയിട്ടുണ്ട്, എനിക്കിപ്പോൾ ഇത് ശരിയാക്കി തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു നാടിൻ്റെ റോഡ് തകർന്നാൽ ആ റോഡ് അടിയന്തരമായിട്ട് ശരിയാക്കണം. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു കുടിവെള്ളമായിരിക്കും. ചിലപ്പോൾ ഒരു വീട്ടുകാരന് വേണ്ടിയിട്ടായിരിക്കും ആ പൈപ്പ് കണക്ഷൻ വലിച്ചു കൊടുക്കേണ്ടത്. അല്ല, നിങ്ങൾ കൈക്കൂലി തരാണ്ട് ഞാൻ തരില്ല എന്നല്ല.
അത് അവൻ്റെ മൗലിക അവകാശമാണ്. അതെ അതെ. ഇപ്പം നിങ്ങൾ ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജയിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുകയും ചെയ്യരുത്. ഇല്ല ഇല്ല, ഉറപ്പായിട്ടും ചെയ്യും. ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്, ഒരു വാർഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർഡിൽ നിന്ന് മാറിപ്പോയി മത്സരിക്കും. ഇപ്പോൾ എൻ്റെ വാർഡിലെ ജനപ്രതിനിധി ഇപ്പോൾ പോയി മത്സരിക്കുന്നത് 40-ാം വാർഡിലാണ്. ആ 40-ാം വാർഡിലെ വിഷയം എന്താണെന്ന് അവൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലും പഠിച്ചിട്ടില്ല. അവൻ അവിടെ പഠിച്ചു വരുമ്പോഴത്തേന് എത്രയാവും? സമയം എടുക്കും, 5 കൊല്ലം കഴിയും. 4 കൊല്ലമാവും. പിന്നെ അവൻ എന്ത് ചെയ്യും അവിടെ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വാർഡ് സഭ മുനിസിപ്പാലിറ്റിയിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാർഡ് സഭ എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെ പ്രാധാന്യമുള്ള സാധനമാണ്. ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലിൽ കയറിയിരുന്ന് കഥ പറയുന്നതല്ല. അതായത് നാടിൻ്റെ ആവശ്യം തീരുമാനമെടുക്കേണ്ടത് ഈ പറയുന്ന വാർഡ് സഭയിലോ അല്ലെങ്കിൽ ഗ്രാമസഭയിലോ ആണ്. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൂടി പോകുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ആ സ്ട്രീറ്റ് ലൈറ്റ് ആർക്കുള്ളതാണ്? നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലാണോ പോയി പറയേണ്ടത്? അതുപോലും പറയണ്ട, അതുപോലും പറയേണ്ട ആവശ്യമില്ല. എന്ത് പറയണം? വാർഡ് സഭയിൽ വിളിക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് റോഡില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുന്ന റോഡ് തിങ്ങിയതാണ്. അതായത് ശരിക്കും വാർഡ് സഭ വിളിക്കുന്നത് ഒരു 2-3 മാസത്തിലൊക്കെയാണ്, എല്ലാ മാസവും ഇല്ല. പക്ഷെ നിങ്ങൾ വിളിക്കേണ്ടത് എല്ലാ മാസത്തിലും വിളിക്കണം. അതായത് നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങളുടെ ചിലവിൽ നിങ്ങൾ വിളിക്കണം. എന്നിട്ട് ഇവരോട് പറയണം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എന്താണെന്ന് അവരെ കേൾക്കണം. ഇതൊന്നും ഒരു ജനപ്രതിനിധിയും ഇതേവരെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം ഇവിടെ നിന്ന് ജയിച്ചൊന്ന് പോയാൽ അപ്പുറത്തിരിക്കണ ചക്രക്കൂടെ കണ്ടുകിട്ട് പോരാ, നീ എന്നെ ഒന്ന് ജയിപ്പിക്കണ, എന്തിനാണോ നിനക്ക് ഞാൻ ഇത്രയും രൂപ തരാടാ, ഒന്ന് സഹായിക്കടാ എന്ന് പറയുന്നത് പോകുന്ന കള്ളന്മാരായ ജനപ്രതിനിധികളെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ യുവജനം അങ്ങനെയല്ല. നാടിന് ഒരുപാട് വികസനങ്ങൾ വേണം എന്ന് തീരുമാനിക്കുന്നു. അതേപോലെ അതിൻ്റെ അകത്തുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു യൂത്തന്മാർ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ റോഡ് ഞാൻ പറഞ്ഞു, കുടിവെള്ളം പറഞ്ഞു, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ കെട്ടിടങ്ങൾ വരുന്നതോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ വരുന്നതോ ഒന്നുമല്ല നാടിൻ്റെ വികസനം. ആണോ? നല്ല വഴികളുണ്ടാകുക അല്ല, അതാണോ വികസനം? നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ 4-ാം വാർഡിൽ, കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ 4-ാം വാർഡിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ ആ വാർഡിൽ നിങ്ങൾ പറയുന്ന നല്ല റോഡുകൾ നിർമ്മിച്ചു കൊടുക്കുമോ? അതൊക്കെ ഒരു വശം. പക്ഷെ അതല്ല വികസനം. ആണോ? അല്ല. എന്താ വികസനം? അവിടെയുള്ള എന്താണ്, അവിടെ ജനങ്ങൾക്ക് ആവശ്യം വേണ്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതുപോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സ്കൂളുകൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എന്താണോ, അതായത് ഒരു ആള് പുറത്തൊരു സ്ഥലത്ത് പോയി ആശ്രയിക്കാതെ ആ വാർഡിനുള്ളിൽ തന്നെ എല്ലാം കിട്ടണം. ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു വശം ശരിയാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ, പ്രാഥമികാരോഗ്യ കേന്ദ്രം, മെഡിക്കൽ ഷോപ്പ്, ഒരു അംഗൻവാടി എന്ന് വേണ്ടതെല്ലാം ഒരു വാർഡിലേക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പറഞ്ഞു. ഇനി ഈ വോട്ടർമാരിൽ കുറേ പേര് കമ്പനി തൊഴിലാളികളായിരിക്കും, കുറേ പേരെന്തായിരിക്കും ഗവൺമെൻറ് ജീവനക്കാരായിരിക്കും, ഡോക്ടർമാരായിരിക്കും, അങ്ങനെ പലരും. പക്ഷെ യുവജനങ്ങളോ, അവർക്ക് തൊഴിലുണ്ടോ? ഇല്ല, അവരെല്ലാം വിദേശത്തോട്ടാണ്. അവർ ഇവിടെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ എൻ്റെ വാർഡിൽ, ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ സ്വന്തം വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, എനിക്ക് അന്നൊരു സ്കീമൊക്കെ ഉണ്ടാവും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമൊക്കെ ഉണ്ടാവും. അതായത് എൻ്റെ നാട്ടിലേക്ക് സോളാർ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ആ കറണ്ട് KSEBക്ക് കൊടുത്ത് അതിൽ നിന്ന് സൗജന്യ വൈദ്യുതി ഞാൻ വീട്ടുകാർക്ക് കൊടുത്തു. അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവർ എന്നെ കളിയാക്കിച്ചിരുന്നു. ഇവൻ എന്ത് പ്രാന്താണ് ഈ പറയണതെന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കിച്ചിരുന്നു.
അങ്ങനെ ഞാൻ കുറേ പദ്ധതികൾ വെച്ചു. അതായത് കൃഷിയിൽ നിന്നും ശരിക്കും വരുമാനമുണ്ട്. കൃഷി ചെയ്യുന്നതിന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനം കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതായത് വൈറ്റ് കോളർ ജോബിന് മാത്രമല്ല, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വൈറ്റ് കോളർ ജോബേ പറ്റത്തുള്ളൂ, നിങ്ങൾക്കും ആ മുനിസിപ്പാലിറ്റിയിൽ 60,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം മേടിക്കാൻ പറ്റും. ഒരു സെക്രട്ടറി മേടിക്കുന്നത് 75,000 രൂപയോളമാണ്. ആ സെക്രട്ടറിക്ക് തുല്യമായ ഒരു തുക നിങ്ങൾക്കൊരു മാസം നിങ്ങളുടെ വാർഡിൽ നിന്ന് മേടിക്കാനായിട്ടുള്ള പദ്ധതികളാണ് ഞാൻ അന്ന് ഇവിടെ വിഭാവനം ചെയ്തത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM, കോൺഗ്രസും BJP എല്ലാവരും കൂടി എന്നെ മൈക്ക് വെച്ച് ജംഗ്ഷനിൽ നിന്ന് വിളിച്ചു. ആ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തന്നത് 17 വോട്ട് മാത്രമാണ്. ഞാൻ നേരെ എൻ്റെ നാട് വിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പുറത്തുള്ളവരോട് ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ എന്തു പറ്റി? ഇപ്പം എൻ്റെ ആശയം എടുത്തുകൊണ്ട് പല ജനപ്രതിനിധികളും അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് മേടിക്കുന്നത്. ഇപ്പോൾ എന്നെ കളിയാക്കിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും ഇപ്പം അത് പറഞ്ഞുകൊണ്ട് വോട്ട് മേടിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പം അന്ന് എന്നെ കളിയാക്കി വിട്ടു. പക്ഷെ ആ സ്കീം ആ ഒരു പരിധി വരെ ഉണ്ടായുള്ളൂ. അതായത് നമ്മൾ വലിയ ആർഭാടമൊന്നും പറഞ്ഞില്ല. ഇപ്പം സൗജന്യ വൈദ്യുതി കൊടുക്കുന്നത് 2,000 രൂപ വരെയുള്ള സൗജന്യ വൈദ്യുതി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നമ്മൾ നാളെ സൗജന്യ വൈദ്യുതി കൊടുക്കുന്നു, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ 4 AC ഒക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കൂല. 2,000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ബില്ല് വരുന്ന ആ ബില്ല് അവൻ തന്നെ അടയ്ക്കണം. 2,000 രൂപ വരെയുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ ഒരു വാർഡിലേക്ക് കയറി വരുമ്പോൾ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടോ ഒരു മലിനമായിട്ട് കിടക്കുന്ന ഒരു വാർഡ്? അപ്പം നമ്മൾ ചോദിക്കും ഇവിടുത്തെ ജനപ്രതിനിധി ആരാ? നമ്മൾ അപ്പടിക്കും. അതൊക്കെ ആയിരുന്നു എൻ്റെ പഴയ ശൈലി. ഇപ്പം നമ്മളെന്ത് ചെയ്യും? ആ വാർഡില്ല, എന്നാൽ നാളെ ആവട്ടെ ആ കൗൺസിലർ നമുക്കൊന്ന് കോടതി കയറ്റാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ശൈലി. ഇത്തിരി പൈസ പോയാലും വേണ്ടൂല, കൗൺസിലറെ അല്ലെങ്കിൽ ജനപ്രതിനിധിനെ നമുക്കൊന്ന് കോടതി കയറ്റാം, ഉദ്യോഗസ്ഥനും കൂടെ കയറട്ടെ എന്നുള്ളൊരു ശൈലി. കാരണം ആ വാർഡ് നോക്കേണ്ടതും അതിനകത്ത് ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യം വന്നു. ഇപ്പോൾ പണ്ട് ഞാൻ എൻ്റെ വാർഡിൽ KSEBയുടെ വണ്ടി ഇടിച്ചു. ഒരു ലോറി വന്ന് ഒരു പോസ്റ്റ് മേടിച്ചു, കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ രാത്രിയാണ്. ഇപ്പം അന്ന് പോലീസൊക്കെ ഉണ്ട്, പോലീസിൻ്റെയൊക്കെ മേൽനോട്ടത്തിലാണ് ഈ സമരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. രാത്രി കറണ്ട് പോയി. അന്ന് എൻ്റെ മൂത്ത കൊച്ചിന് 7 മാസമുള്ളൂ. അപ്പം എൻ്റെ വീട്ടിലും കറണ്ട് പോയി. ഈ ഇടിയുടെ ആഘാതത്തിൽ എൻ്റെ വീട്ടിലും കറണ്ട് പോയി. അപ്പോൾ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഞാൻ ഓടിച്ചെന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ KSEB വരില്ല. അങ്ങനെ ഞാൻ KSEBിനെ വിളിച്ചു. ഞാൻ ബോസ്കോ കളമശ്ശേരി, ഞാൻ ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ KSEBിയുടെ ഉള്ളിൽ നാട്ടുകാരെ മുഴുവനും ഞാൻ പായ വിരിച്ചു കൊടുത്ത് ഞാൻ അവിടെ കിടത്തും. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ചില നേരത്ത് പിടിക്കൂല കേട്ടോ. ഫോൺ അങ്ങോട്ട് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ KSEBിയുടെ ജീപ്പ് പറന്നു വന്നു. അപ്പോൾ മറ്റേ ഇങ്ങനെ ഈ ട്രാൻസ്ഫോമറിൻ്റെ അടിയിലൊരു സാധനം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കമ്പി മേളിലേക്ക് വലിക്കുന്നത്, മേളിൽ പോയിട്ട് ഇങ്ങനെ ടച്ചായിട്ട് പിടിക്കും. ആ സാധനം കത്തിപ്പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞു നടക്കൂല. ഞാൻ പറഞ്ഞു നടക്കും, നിങ്ങൾ പകരം കണക്ഷൻ വലിക്കാനുള്ള പദ്ധതി ആലോചിച്ചോളാൻ പറഞ്ഞു. രാത്രി 2 മണിക്കാണ് 2:30 മണിക്കാണ് ഞാനത് കഴിഞ്ഞ് ഒരു വീട്ടിൽ മാത്രമാണ് കറണ്ട് കണക്ഷൻ പോകാൻ പറ്റാത്തതുള്ളൂ. അത് ആ ലൈനിൽ കണക്റ്റ് ആവാതെ വന്നുകൊണ്ട് അത് മാറ്റി കൊടുക്കാൻ പറ്റാം. ബാക്കി എല്ലാ വീടുകളിലും കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടാണ് ഞാൻ രാത്രി 2:30-3 മണിക്ക് ഞാൻ തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയി, പിറ്റേ ദിവസം വന്ന് മാധ്യമങ്ങൾക്കൊക്കെ ബൈറ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു നാടിനൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കാര്യമല്ല വലുത്, നാടിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ അതിന് മുൻപ് ഞാൻ ചെക്കനത്രയൊക്കെ തന്നെ ഉള്ളൂ, ഒരു 6-6.5 വയസ്സ്. അതിന് മുൻപാണ്, ഈ റോഡിൽ കിടക്കുന്നതിനൊക്കെ മുൻപാണ്. അങ്ങനെയാണ് ഞാൻ ആ സമരത്തിൻ്റെ പുറത്താണ് ഞാൻ എന്നെ പിറ്റേ ദിവസം വന്ന് കുറച്ച് പേരൊക്കെ വന്ന് തല്ലി. അങ്ങനെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കൈയൊക്കെ ഒടിച്ചു. ഞാൻ ആ വിഷയത്തിലാണ് ഞാൻ പേപ്പർ വിരിച്ച് ഇവിടെ കിടക്കണം. അപ്പോഴാണ് മാധ്യമങ്ങൾ വന്നിട്ട് ചോദിച്ചു, കളക്ടറടക്കം എല്ലാവരും വന്നു ആ വിഷയത്തിൽ. അപ്പോഴാണ് മാധ്യമങ്ങൾ വന്നിട്ട് ചോദിക്കുന്നത്, സാർ പേരെങ്ങനെ കൊടുക്കണ്ടേന്ന് ചോദിച്ചു.
എൻ്റെ പേര് മാധ്യമങ്ങളിൽ എങ്ങനെ വാർത്ത കൊടുക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ റോഡിൽ ഇങ്ങനെ പേപ്പർ പിടിച്ച് റോഡിലാണല്ലോ നടക്കുന്നത്. അങ്ങനെയാണ് ബോസ്കോ കളമശ്ശേരി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത്. അന്ന് ഞാനുണ്ടാക്കിയ വിഷയങ്ങളൊന്നും ചെറുതൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാൾ വന്നില്ലേ, KSEB ഈ കാസർഗോഡ് ഒരു വീട്ടിൽ ഫ്യൂസ് ഊരിയതിന് നാട്ടിൽ മുഴുവൻ ഫ്യൂസ് ഊരിയ ഓർമ്മയുണ്ടോ? അതൊക്കെ ഇപ്പോഴല്ലേ, 2000 കുറേ കൊല്ലം മുൻപ്, ഒരു 10-12 കൊല്ലമായി. ഞാൻ ഒന്നുമല്ല, ഞാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ സമയത്ത് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. ഇന്ന് ഇതേപോലെ റോഡിൽ കിടക്കുന്ന പരിപാടികളൊന്നുമില്ല, പക്ക രാഷ്ട്രീയക്കാരനാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വരുന്ന വഴിക്ക് പള്ളിയിൽ, ഞാൻ വൈകുന്നേരം പള്ളിയിൽ പോകണം ഞായറാഴ്ച ഒരു ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് കാറ്റടിച്ച് മാവ് മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ KSEBക്കാർ വന്ന് അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്തിട്ട് പോയി. അപ്പോൾ ഈ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ നാട്ടിൽ അന്ന് മറ്റേ വേനലവധി പരീക്ഷ, SLC പരീക്ഷയൊക്കെ കൊടുമ്പിരി കൊണ്ടുവയ്ക്കണ സമയം. അപ്പം ഞാൻ വിളിച്ച് മാവ് മറിഞ്ഞു വീണും നാട്ടുകാർ മാങ്ങയൊക്കെ പറിച്ച്, കറണ്ട് മാങ്ങയൊക്കെ പറിച്ച് എടുത്ത്, മാവിൽ നിന്ന് മാങ്ങയൊക്കെ എടുത്ത് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് രാത്രി അല്ല കറണ്ട് ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. എന്നെ വിളിച്ച് ഞാൻ ചെന്ന് KSEBിനെ വിളിച്ച്, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ശരി. അവിടെ വെച്ച് വീണ്ടും വിളിച്ച്, ഞാൻ ബോസ്കോ കളമശ്ശേരി, നിങ്ങൾ ഇങ്ങോട്ട് കറണ്ട് കണക്ഷൻ തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല സാർ, കംപ്ലീറ്റ് പോക്കാണ്. ആലുവ മുതൽ ഇങ്ങോട്ടം വരെയുള്ള എല്ലാ കണക്ഷനും പോയിട്ടിരിക്കുന്നതാണ്, എല്ലാ പോസ്റ്റും തകർന്നിരിക്കുന്നതാണ് പറഞ്ഞ്. ശരി കേട്ടാ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ടല്ലോ, ഞങ്ങോട്ട് വരാം. വേണ്ട, രാത്രി 9:30 മണിയായപ്പോൾ ഓവർസിയറെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കേൾക്കണില്ല. അവസാനം ഞാൻ പറഞ്ഞ് വേണ്ട, ഫ്യൂസ് ഊരി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 6 ഫ്യൂസ് ഞാൻ ഊരണ എങ്ങനെയാണ് ഞാൻ കാണിച്ച് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് എന്നാൽ താനും ഊരിക്കോളാൻ പറഞ്ഞു. ഞാനും ഊരുമല്ലോ, ഞാനും ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഫ്യൂസൊക്കെ അങ്ങോട്ട് ഊരിക്കോളാൻ പറഞ്ഞു. 6 ഫ്യൂസ് അങ്ങോട്ട് ഊരി. നാട്ടുകാർ മുഴുവൻ വിളിയെന്ന് വന്ന്. അപ്പോൾ KSEBിയുടെ എയുടെ ഓവർസിയറാണല്ലോ എന്നെ, ഓവർസിയർ വന്ന്, ഓവർസിയർ എന്നല്ലേ പറയുക, ലൈമാൻ വന്നു കഴിഞ്ഞപ്പോൾ ലൈമാനോട് പറഞ്ഞു വണ്ടി റോഡിൽ വെക്കണ്ട, മറ്റു വണ്ടികൾക്കൊക്കെ തടസ്സം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കോമ്പൗണ്ടർ അകത്തോട്ട് കയറ്റിയിട്ടോളാൻ പറഞ്ഞു. വണ്ടി അങ്ങോട്ട് കയറ്റി വെച്ച് അടിയായിട്ടാണ് കൂട്ടി. ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. രാത്രി ഉമ്മാർ വന്ന്, ജീപ്പ് വന്ന്, AXE ഇവരെ എല്ലാവരും വന്ന് ജീപ്പ് വന്ന് കിടക്കുക. അപ്പോൾ ബാക്കി എല്ലാവരും പേടിച്ച് 2 കാല് വിറച്ച് മാറി നിന്ന സമയത്ത് വന്ന് പറഞ്ഞ് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്, നന്നാക്കിക്കോ. ലൈമാൻ വന്ന് പോസ്റ്റേ കയറാൻ പറ്റൂല അവർക്ക്, അടിച്ച് പിമ്പിരി തെറ്റിയിട്ടാണ് ഇവന്മാർ നിൽക്കണത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു കയറിക്കോ, കെട്ടിക്കോളാൻ പറഞ്ഞു. കെട്ടി ആ മാവ് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർ കമ്പി വലിച്ച് കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടാണ്. അന്ന് നമ്മൾ അത്രയും വലിയ, ഇപ്പം ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചിരിയാണ്. എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു നാട്ടിൽ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ കുട്ടികളിപ്പോൾ ഇപ്പോഴും ഞാനൊക്കെ കൂടുമ്പോൾ ഒരാവശ്യങ്ങൾക്ക് കൂടി കഴിയുമ്പോൾ പിള്ളേർ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യസമയത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനൊരു കേസിനകത്ത് പോയി, രാവിലെ എൻ്റെ കൊച്ചിനെ ഇന്നലെ രാത്രി പനി, അപ്പോൾ രാത്രിയാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് പാതിരാത്രിക്ക് ആവും. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടാണ് ഞാൻ കൊച്ചിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി പോയി കഴിഞ്ഞപ്പോൾ പനി. അപ്പോൾ കൊച്ചു പറഞ്ഞ് എനിക്ക് ചെവി വേദന ഉണ്ടെന്നോ, അയാൾ ചെറിയ കൊച്ചാണല്ലോ. അപ്പോൾ പറഞ്ഞ്, അപ്പോൾ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെവിട്ടിൽ ടോർച്ചടിച്ച് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു ചെവിട്ടിലെന്തോ ഇരിപ്പുണ്ട്, രാവിലെ OP കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ശരി, OP കൊണ്ടുവന്ന് കാണിച്ചേക്കാം.
രാവിലെ ഓരോരുത്തർ വിളിക്കും, ബോസ്കോ ഒരു ഹെൽപ്പ് വേണം, ഇന്ന് ഇവിടം വരെ വരും. രാവിലെ ഇതിനേലും എൻ്റെ കൊച്ചിനേലും പ്രാധാന്യം അപ്പുറത്ത് ഞാൻ കൊടുത്തു വെച്ചിട്ട് ഞാൻ അതിനോടി ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ 3 മണി. അപ്പോൾ ഞാൻ ഒ പിയിലേക്ക് ഞാനിവിടുന്ന് കൊച്ചിനെ കൊണ്ട് ഞാൻ ഇന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒ പി ക്ലോസ്ഡാണ്. അപ്പോൾ പറഞ്ഞ് ഇനി ഡോക്ടറെ കാണണമെങ്കിൽ കാഷ്വാലിറ്റി ചെല്ലണം. അപ്പോൾ ഞാൻ കാഷ്വാലിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് അയ്യോ ഒ പിയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആണ്, എനിക്ക് ഇന്നതാണ് സംഭവം. നിങ്ങൾ എന്നോട് ഒ പിയിൽ വരാൻ പറയുമ്പോൾ എനിക്ക് ഒ പി കാണിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഈ സമയമാവും. അതുകൊണ്ട് ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നോക്കാൻ പറ്റുമോ. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഇന്നലെ എടുത്ത ചീട്ട് അവിടെ വെച്ചിട്ട് പുതിയ ചീട്ടെടുത്ത് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ENT-യുടെ ജൂനിയർ ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു എന്നെക്കൊണ്ട് ഇത് കയ്യിൽ നിൽക്കില്ല, ചെവിട്ടിലെന്തോ ഇരിപ്പുണ്ട്, എനിക്കൊരു സംശയമുണ്ട്, എന്തോ ഉള്ളതുപോലെ തോന്നണത്. അപ്പോൾ കൊച്ചിന് ചെവി വേദനയുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, സീനിയർ ഡോക്ടറെ വിളിക്കാം, സീനിയർ ഡോക്ടർ വരും. അങ്ങനെ സീനിയർ ഡോക്ടർ വന്ന് കൊച്ചിൻ്റെ ചെവിട്ടിലിട്ട്. അപ്പോൾ ഈ അടുത്ത ആൾ വിളിച്ചേക്കുവാണ്, ബോസ്കോ സഹായിക്കണം, 5 മണിക്കുള്ളിൽ ഈ സാധനം കൊടുത്തില്ലെങ്കിൽ അതാകെ പ്രശ്നമാവും. അപ്പോൾ പുള്ളിയോനോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഞാൻ വാട്സാപ്പിൽ ഞാൻ ഇത് ചെയ്തിട്ടിട്ടുണ്ട്, പെറ്റീഷൻ ഞാൻ ഓൾറെഡി ഡ്രാഫ്റ്റ് ചെയ്ത് ഇട്ട് തന്നിട്ടുണ്ട്, നിങ്ങളത് അവരെ വെച്ചിട്ട് ഒപ്പ് മേടിച്ചിട്ട് നിങ്ങളെനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും. അപ്പോൾ പറഞ്ഞു എവിടെ കൊണ്ടുവന്ന് തരണ്ട. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കൊച്ചിനെ കൊണ്ട് മെഡിക്കൽ കോളേജിലാണ്, കാര്യം എനിക്ക് നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പം, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തോളാം. ശരി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ആ കൊച്ചിനെ ഈ ENT വന്ന് ENT-യുടെ ജൂനിയർ കഴിഞ്ഞ് സീനിയർ വന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ചെവിട്ടിൽ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സാധനം എന്തോ ഇരിക്കുക. ലാസ്റ്റ് ഡോക്ടർ അത് കുത്തിയെടുത്ത് എനിക്കത് ക്ലിയർ ചെയ്തൊക്കെ തന്നു. അപ്പം സ്വന്തം കാര്യം നോക്കാൻ പോലും നമുക്ക് നേരമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷെ അതെല്ലാവരുടെയും കാര്യം അങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയൂല. ഇവിടെ ഉള്ള ഇപ്പം ജനപ്രതിനിധിനെ, ഇപ്പോൾ എൻ്റെ നാട്ടിലെ ജനപ്രതിനിധി ഇപ്പം നിങ്ങൾ എപ്പോഴും എടുത്ത് നോക്കിക്കോ, ഒരു MLA MP അടുത്ത 5 വർഷം കഴിഞ്ഞ് വോട്ടിന് ചെല്ലുമ്പോഴല്ലാണ്ട് നിങ്ങളവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വാർഡിലോ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും അയാൾ വന്നിട്ടുണ്ടോ? എന്താ വരാത്ത? ശരിക്കും അതിനകത്തൊരു നിയമമുണ്ട്, അറിയാവോ? ഇവിടെ ഒരാൾക്കും അറിയത്തില്ല. ശരിക്കും പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ നടക്കുമ്പോൾ മാത്രമാണ് MP-യുടെ ജോലികൾ. ശരിക്കും മുനിസിപ്പൽ സെക്രട്ടറിയില്ലേ, നമ്മുടെ വാർഡ് സഭ നടക്കുമ്പോൾ മുനിസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് MP-ക്ക് ലെറ്റർ അയക്കണം, ഇന്ന വാർഡുകളിൽ വാർഡ് സഭ ഇത്ര തീയതി ഇന്ന തീയതികളിൽ നടപ്പുണ്ട്, താങ്കൾ ആ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കും. അതാണ് അതിൻ്റെ ശരി. പക്ഷെ ഞാനതൊരു ദിവസം വിവരാവകാശം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി കിട്ടി, കൊടുത്തിട്ടുണ്ടോ, നിങ്ങളിങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളൊരു ചട്ടമില്ലേ, എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന്. കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തിൻ്റെ പകർപ്പ് തരാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലെ ജനപ്രതിനിധികളെ ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവൊക്കെ അടിച്ചു. നിന്നടിച്ച് എൻ്റെ നാട്ടിൽ റോഡില്ല, ഒരു വികസനമില്ല, ഒരു കിണ്ടിയില്ല, എൻ്റെ നാട്ടിലെ ജനപ്രതിനിധി MLA-നെ MP-നെ ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഒക്കെ. പിറ്റേ ദിവസം രാവിലെ എൻ്റെ നാട്ടിലെ MP എൻ്റെ വാർഡിൽ വന്നു. കാരണം നിങ്ങൾക്ക് ചെയ്യാവുന്നത് മുനിസിപ്പാലിറ്റി വരെ മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ പോയിട്ട് നിയമസഭയിൽ പോയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇപ്പോൾ MLA വന്നിട്ട് ഇപ്പം ഞാൻ അതിനകത്തൊരു രസകരമായൊരു കാര്യം, ഇപ്പോൾ ഹൈബീഡം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി കളിയാക്കിയതൊന്നുമല്ല, ഒരു ടോക്ക് പറഞ്ഞു. എൻ്റെ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു, കണ്ടടാ ഞങ്ങളുടെ MP-നെ കണ്ട ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞ്
കണ്ടടാ ഞങ്ങളുടെ MP വന്നേക്കണ കണ്ടാ, നീ എല്ലാം വിചാരിച്ച് ഏത് തലേ ദിവസം ഞാൻ ലൈവ് ചെയ്തിട്ട് ഞാൻ നിൽക്കണേണ്. ഇവരൊക്കെ കണ്ടിട്ടാണ് MP വന്നേക്കണത്. പിറ്റേ ദിവസം ഇവന്മാർ കണ്ടടാ ഞങ്ങളുടെ MP വന്നേക്കണ കണ്ടാ. ശരി കാണിക്ക്. ഞാൻ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യൂത്തന്മാർ ഇവർക്ക് എന്തൊക്കെ ഇന്ത്യ അറിയാം, ഇവർ വന്നിട്ട് കണ്ടാ ഞങ്ങളുടെ MP കണ്ടാ സെറ്റാണ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്മാർ ഭയങ്കര ഷോ ഓഫൊക്കെ ആണല്ലോ, MP ആണല്ലോ, MP-യുടെ തോളത്ത് നിന്ന് കൈയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ഷോ ഓഫൊക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുണ്ട്, എന്നെ അറിയാം, ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. ഇവന്മാർ ഈ ഡയലോഗ് പോയിട്ട് പറഞ്ഞ് അപ്പോൾ അപ്പുറത്തൊരു മുതലക്കുഴി പാലമുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ. പാലം പണ്ട് പണിതപ്പോൾ റോഡിൻ്റെ ലെവലായിരുന്നു. പിന്നെ റോഡ് പൊങ്ങി ഏകദേശം ഒരാൾ പൊക്കത്തിലോട്ട് പകുതിക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പാലം ഇങ്ങനെ കുഴിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഈ പാലം നന്നാക്കണം നാട്ടുകാരുടെ കുറേ നാളായിട്ടുള്ള ആവശ്യം, എൻ്റെ ഉൾപ്പെടെ എല്ലാവരും ആവശ്യം. കാരണം മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പാലത്തിൽ വെള്ളം കയറും, റോഡ് മുങ്ങൂല, പാലം വെള്ളത്തിൽ. അപ്പോൾ ഇതാണ് ആവശ്യം. അപ്പോൾ MLA വന്നില്ല, MP വന്നു. MP വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടുപോകണേണല്ലോ, പാലം കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൊണ്ടുപോയേക്കാം. അപ്പം ഞാൻ പറഞ്ഞു ശരി. ഈ കോൺഗ്രസ് നേതാവിനോട് ചിങ്കിടികളും ചോട്ടാ നേതാക്കന്മാരൊക്കെ തലമുക്കിയ നേതാക്കന്മാരൊക്കെ എന്നെ കളിയാക്കിയിട്ട് അങ്ങോട്ട് വായിക്കണമല്ലോ. ചോദിച്ചേ വിളിച്ചിട്ട് ചോദിക്കും, അല്ലേക്കാ ഈ ഹൈബീഡൻ MP ഈ പാലത്തിൻ്റെ വിഷയം രാജ്യസഭയിൽ അവതരിപ്പിക്കുമോ അല്ല പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമോ അതോ നിയമസഭയിൽ പോയിട്ട് അവതരിപ്പിക്കുമോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് ബോസ്കോ, നിനക്കറിയാമല്ല അതൊരു കിണ്ടി നടക്കാൻ പോണില്ല, നീ വെറുതെ നാറ്റിക്കൽ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. അല്ല നിങ്ങളുടെ കുട്ടി നേതാക്കന്മാർ അവരൊക്കെ ചെറുതല്ലേടാ, നീ അത് വിട്ടുകളാ. അല്ല അവന്മാർ ഇത്രയും നേരം ഇവിടെ ഇന്ന് ഷോപ്പൊക്കെ കാണിച്ചിട്ടാണല്ലോ പോയത്. എൻ്റെ പൊന്ന് ബോസ്കോ, ആ പാലം എൻ്റെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന ഈ ഇപ്പോൾ ഹൈബീഡൻ ഈ പറയുന്ന റോഡ്, ഡിഫൻസിൻ്റെ റോഡ് ഇവർ ദീർഘവീക്ഷണമില്ലാത്ത സെക്രട്ടറിയും കൗൺസിലർമാരും എല്ലാവരും കൂടി വന്നിട്ട് രാവിലെ ഒന്ന് JCBക്ക് അങ്ങോട്ട് വലിച്ചു. ഡിഫൻസിൻ്റെ റോഡിൽ ഡിഫൻസിൻ്റെ പെർമിഷൻ മേടിക്കണ്ടേ, ഒന്നും മേടിക്കാണ്ട് വന്നിട്ട് അവന്മാരെ അങ്ങോട്ട് പൊളിച്ച് ഡിഫൻസിൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് അങ്ങനെ നിർത്തി വെച്ചോളാൻ പറഞ്ഞു. അപ്പം തന്നെ നിർത്തി. എനിക്കറിയാമല്ലോ നിയമം, ഞാനും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, റോഡ് കുത്തിപ്പൊളിച്ച കോൺട്രാക്ടർക്കും സെക്രട്ടറിക്കും എതിരെ ക്രിമിനൽ കേസ് കൊടുക്കണം. ഞാൻ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. ഇവന്മാരുടെ സ്വാധീനത്തിൽ പോലീസ് കേസ് എടുക്കൂല, ഞാൻ വിട്ടില്ല, ഞാനവിടെ വെച്ചെടുത്തു, വണ്ടി പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അനധികൃത നിർമ്മാണം നടത്തി റോഡ് സഞ്ചാര യോഗ്യമായ റോഡ് കുത്തിപ്പൊളിച്ച ആ വണ്ടിയും അതിന് ആ പണിത ഇരക്കി തെക്കം പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ട് കേസും കൊടുത്തു വെച്ചു. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ആ റോഡ് പൊളിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ദേഷ്യം കയറിയിട്ടും പാടില്ല. കാരണം സ്മൂത്തായിട്ട് പോയ റോഡ് പൊളിച്ചിട്ട് ഇവന്മാർ ഈ അഭ്യാസം. അപ്പോഴാണ് ഞാൻ വിളിച്ചത് പേപ്പർ വെച്ചിട്ട് ഞാൻ RTA വെച്ചിട്ട് ഞാൻ ഈ MP-നെയും MLA-നെയും ഒന്നും കണ്ടില്ല. ഇവന്മാർ വന്നിട്ടും ഈ അടുത്താണ് ഒരു വർഷം പോലും ആയിട്ടില്ല ആ റോഡ് മര്യാദക്കൊന്ന് കട്ട വിരിച്ചിട്ട്. അപ്പോൾ ഹൈബി അന്ന് എല്ലാവരെയും വിളിച്ചു. അത് ഡിഫൻസിൻ്റെ ഏറ്റവും ടോപ്പിൽ വിളിച്ചിട്ട് പോലും ഇത്രയും കാലം എടുത്തു. അപ്പോൾ അതല്ല എൻ്റെ ശരി. നമ്മൾ ഒരു ജനപ്രതിനിധിയായിട്ട് നമ്മൾ മറ്റുള്ളവരിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലെ കഷ്ടപ്പാടുകളുണ്ടാവും. വീട്ടിൽ ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, ബോധവാനായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും നമ്മൾ അന്വേഷിച്ച് വരും, നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചെയ്തേക്കാം എന്ന് പറയുന്നതല്ല, അത് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ രാവിലെ വീട്ടിൽ നിന്നും നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയി വൈകുന്നേരം അത് തിരിച്ചു വരുമ്പോഴത്തേനും നമുക്കത് തിരിച്ച് ആ വീട്ടുകാരന്, ഞാൻ ഒരു ജനപ്രതിനിധി പോലുമല്ല, ഒരു വാർഡ് മെമ്പറല്ല, ഒന്നുമല്ല, ഒരു രാഷ്ട്രീയക്കാരൻ പോലുമല്ല ഇപ്പോൾ സത്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ വിഷയത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വീടിൻ്റെ പെർമിറ്റ് മേടിച്ചില്ലെങ്കിൽ
ഇവിടെയുള്ള പലർക്കും പെർമിറ്റ് കിട്ടാതിരിക്കുകയും ലൈഫ് പദ്ധതിക്ക് കാശ് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ വൈകുന്നേരം രാവിലെ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ കൗൺസിലർ ചെയ്യേണ്ട ജോലിയാണ് ഇതൊക്കെ. എന്നോട് വിളിച്ചിട്ട് പറയും, ബോസ്കോ എനിക്ക് ആ പെർമിറ്റ് ഒന്ന് കംപ്ലീഷൻ ഒന്ന് ആക്കി കിട്ടിയ. എല്ലാ ദിവസവും ചെല്ലും, നാളെ വാ നാളെ വാ നാളെ വാ എന്ന് പറയും. ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ പേപ്പറും കൂടെ എടുത്തോ, രാവിലെ മുനിസിപ്പാലിറ്റിയിലേക്ക് എന്തായാലും രാവിലെ പോകണമല്ലോ. മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റിയിലോട്ട് ഇരുന്നിട്ട് എന്താ പേരുടെ പെർമിറ്റ് കൊടുക്കാത്ത, കംപ്ലീഷൻ കൊടുക്കാത്ത എന്താ? വൈകുന്നേരം ഞാൻ പോകുമ്പോഴത്തേനും എനിക്ക് കംപ്ലീഷൻ പേപ്പർ അടിച്ചു തന്നില്ലെങ്കിൽ നാളെ ഞാൻ ഈ കോളത്തിലായിരിക്കില്ല വരുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അറിയൂട്ടൊന്നു. ഇല്ല ബോസ്കോ. എന്നിട്ട് അതൊക്കെ അടക്കം എല്ലാവരുടെയും വിഷയത്തിൽ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ മാമോയിസ് ചേർന്ന് വീട്ടിൽ വിളിച്ചേക്കുക. ഞായറാഴ്ചയാണ്. അപ്പോൾ എൻ്റെ വാർഡിലൂടെ റോഡ് കാനയിൽ കൂടി വെള്ളം പോവില്ല. അപ്പോൾ കാന ഇങ്ങനെ മൂടി ഇങ്ങനെ വെള്ളം പോകാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ അതിന് നേരത്തെ ഞാൻ പരാതിയൊക്കെ കൊടുത്തു. അപ്പോൾ ഈ വിഷയം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ കാനയിൽ കൂടി വെള്ളം ഇങ്ങനെ പാമ്പഴഞ്ഞ് കിടക്കുക. അപ്പം ഞാൻ പോയിട്ട് ആ വീട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ പാമ്പ് എന്തേ കാനയിൽ കൂടി വെള്ളം പോകത്തില്ല. കാന ഓൾറെഡി എല്ലാവരും ഇങ്ങനെ അടച്ചിങ്ങനെ വെച്ചേക്കുക, കാരണം അങ്ങറ്റത്ത് ചെല്ലൂല. അപ്പോൾ ഓരോ വീടിൻ്റെ മുറ്റിൽ വരുമ്പോഴും അവിടെ പോഷൻ ഇങ്ങനെ അടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരെ ഞാൻ കൊണ്ടുപോയിട്ട് കളക്ടർക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു, ഈ കാനയിൽ അഴിമതിയുണ്ട്. അപ്പോൾ ഇവരൊന്നും നടപടി എടുക്കുന്നില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിനോട് ചോദിക്കും, മുനിസിപ്പാലിറ്റി മണ്ണ് മാറ്റാത്തത് കൊണ്ടാണ് കാനയിലെ വെള്ളം പോകാത്തത്. ശരിക്കും അതായിരുന്നില്ല അവിടുത്തെ വിഷയം. കാന പണിതേക്കണ അശാസ്ത്രീയമായിട്ടാണ്. അതായത് മേളിൽ നിന്ന് കുത്തനെ ഒഴുകി വരുന്ന കാന ഇങ്ങനെ വരും, പൊങ്ങി ഇങ്ങനെ വന്ന് നിൽക്കണം. അതാണ് അതിൻ്റെ വിഷയം. അപ്പം ഞാൻ അതിനകത്ത വിഷയത്തിൽ ഞാൻ പോയിട്ട് തീരുമാനമില്ല ഒന്നുമില്ലാണ്ട് വന്നപ്പോൾ ഞാൻ പോയിട്ട് 3 ദിവസം റോട്ടിൽ നിരാഹാരം കിടക്കും. അപ്പോൾ വെള്ളിയാഴ്ചയായി. വെള്ളിയാഴ്ച രാവിലെ സമരം തുടങ്ങി, രാത്രിയായി. അവിടെ തന്നെ കിടന്ന് എഴുന്നേറ്റ് പോയില്ല. നട റോട്ടിൽ ആദ്യം പേപ്പർ വിരിച്ച് കിടന്നു, പിന്നെ നാട്ടുകാരൊക്കെ കൂടി സഹകരിച്ച് കട്ടിലിൽ കിടന്നു. 3 ദിവസം അവിടെ കിടന്നു. 3-ാമത്തെ ദിവസമായപ്പോൾ ഇവരാദ്യം വിചാരിച്ച് എഴുന്നേറ്റ് പൊക്കോളൂ എന്ന് വിചാരിച്ച് അണ്ണാസാരയുടെ ശൈലി അങ്ങോട്ട് പിടിച്ച് അവിടെ കിടന്നു. 3-ാമത്തെ ദിവസം ഞായറാഴ്ച ആയപ്പോഴത്തേനും അന്നത്തെ ചെയർപേഴ്സൺ, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ, അന്നത്തെ വൈസ് ചെയർപേഴ്സൺ എല്ലാവരും കൂടി, ചെയർമാൻ എല്ലാവരും കൂടി വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അത്രയൊക്കെ നമ്മളവിടെ കിടന്ന് കഴിച്ചിട്ടും ലാസ്റ്റ് കാശുള്ളവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ജയിക്കുന്ന, അല്ലെങ്കിൽ കാശ് മേടിക്കുന്നു വോട്ട് ചെയ്യുന്നു. സത്യത്തിൽ അവിടെയാണ് ഈ വോട്ടർമാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ വിഷയം. അതായത് ഇപ്പോൾ ഒരു 2000 രൂപ ഞാൻ നിങ്ങൾക്ക് തന്നു, എനിക്ക് വോട്ട് ചെയ്യണം, മറക്കരുത്. ആ 2000 രൂപയാണ് നിങ്ങളുടെ ഈ 5 വർഷത്തെ ലാഭം. ശരിക്കും കഴിവുള്ളൊരു ജനപ്രതിനിധിനെ ഇപ്പോഴും മലയാളിക്ക് ജയിപ്പിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യമാണ്. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയത് ഇത്രയൊക്കെ പണിയെടുത്ത്, എൻ്റെ വാർഡിലുള്ള 500 ചില്ലാൻ വീടുകളിലും നമ്മൾ അന്ന് കയറി പണിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 17. അപ്പം ഞാൻ എന്തിനാണ്, എൻ്റെ ആവശ്യം എൻ്റെ വാർഡിലില്ല. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ വാർഡിൽ നിങ്ങൾ അഴിമതി നടത്തിയാൽ ഞാനൊരു ജനപ്രതിനിധി ആവണ്ട, ഞാനൊരു വാർഡ് മെമ്പർ ആവണ്ട, ഞാനൊരു കിണ്ടി ആവണ്ട, ഞാനൊരു രാഷ്ട്രീയക്കാരൻ പോലും ആവണ്ട, ആ സാധനം ഞാൻ പൊളിപ്പിക്കും. ഇപ്പോൾ അത് എൻ്റെ വാർഡിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇത്രയും 5 കൊല്ലമായിട്ട് ഞാനിവിടെ വാർഡിൽ പോലും ഞാൻ നിൽക്കാറില്ല, ഞാനൊരു കാര്യത്തിലും ഇടപെടാറില്ല. വാർഡ് സഭ ഉണ്ടെന്ന് നോട്ടീസ് വീട്ടിൽ വരണം. അതായത് പണ്ട് എന്നെ അറിയിക്കാണ്ടാണ് ഇവിടെ വാർഡ് സഭയൊക്കെ നടത്തിക്കൊണ്ടത്. അപ്പം ഞാൻ കൊണ്ടിട്ട് വിവരാശം വെച്ച്, ഇത്ര നമ്പർ വോട്ടറായ ഞാൻ, ഇത്ര നമ്പർ ഇതിനകത്ത്, എത്ര നമ്പർ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് നിങ്ങൾ വാർഡ് സഭയുള്ള വിവരം എന്നെ അറിയിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. എങ്ങനെയാണ് അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത വിവരാശം വെച്ചേക്കുക. അതിൻ്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക. അതിൽ പിന്നെ ആർക്ക് നോട്ടീസ് കൊടുത്തില്ലെങ്കിലും കൃത്യമായിട്ട് വീട്ടിൽ വരും. ഞാൻ ഈ നോട്ടീസ് കണ്ടു കഴിയുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും. ഇപ്പം എൻ്റെ വാർഡിലൊരു കൗൺസിലർ, ഇന്നത്തെ നിങ്ങളെൻ്റെ നാളെ രാവിലത്തേക്ക് വാർത്ത വരും, അല്ലെങ്കിൽ ഉച്ചയുണ്ട് വാർത്ത വരും.
എൻ്റെ വാർഡിൽ 2 റോഡാണുള്ളത്. ഒന്ന് ഡിഫൻസിൻ്റെ റോഡാണ്, പിന്നെ ഒന്ന് ഹൈവേയിലേക്ക് കയറാനായിട്ട് എല്ലാവരും വരുന്ന പോലെ കാക്കനാടുന്ന് ആലുവ വഴി കയറിപ്പോകുന്ന, ആലുവയ്ക്ക് പോകാൻ പറ്റിയ ബൈപ്പാസിലേക്ക് കയറുന്ന ഒരു റോഡുണ്ട്. ഈ റോഡ് മഴക്കാലത്ത് പൊങ്ങി വെള്ളമൊഴിക്കും. അതായത് എൻ്റെ മുട്ടിന് മേളിൽ വെള്ളമൊഴിക്കും. അപ്പോൾ വണ്ടിയോ ഒന്നും പോവില്ല. അപ്പോൾ ഈ റോഡ് പൊക്കിയാൽ മതി. ഇത് പൊക്കണം എന്നും പറഞ്ഞ് ഞാൻ വാർഡ് സഭയിൽ ഉന്നയിച്ചു. ഈ വിഷയം ദൈവം സഹായിച്ചിട്ട് ഇന്നേ വരെ എൻ്റെ കൗൺസിലർ മുനിസിപ്പാലിറ്റി പോയി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലും പറയാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് പുതിയ പുതിയ അപ്ഡേഷനുകൾ ഞാൻ കൊണ്ടുവന്നു. കഴിഞ്ഞ തവണ ഒരു തവണ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ നാട്ടിലൊരു ക്യാമറ വെച്ചത് റേഷൻ കടയിൽ നിന്ന് അരി കട്ടുകൊണ്ട് പോകണ്ടോന്ന് ജനപ്രതിനിധികൾക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പിറ്റേ ദിവസവും ആ ക്യാമറയ്ക്ക് ഇപ്പോഴും തീരുമാനം. ഞാൻ ചെന്നിട്ട് പിറ്റേ തവണ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞ വാർഡ് സഭയിൽ പറഞ്ഞ മിനിറ്റ്സിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സഭ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല അതൊക്കെ ശരിട്ടാ, ഈ വാർഡ് സഭ നിങ്ങളായിട്ട് പിരിച്ചുവിടുന്നോ അതോ ഞാനായിട്ട് പിരിച്ചുവിടണോ എന്ന് ചോദിച്ചു. അല്ല എനിക്ക് വന്നിട്ട് ഷോയൊക്കെ കാണിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല ഇതെന്ന് പറഞ്ഞു. കാര്യം കൗൺസിലർക്ക് മനസ്സിലായില്ലെങ്കിലും കൂടെ വന്ന മുനിസിപ്പൽ ഉദ്യോഗസ്ഥന് കാര്യം മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ശരിയാണ് ബോസ്കോ, നിങ്ങൾ അപ്പോൾ കൗൺസിലർ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു അവൻ പറഞ്ഞത് പോയിൻ്റാണ്, അവൻ പറഞ്ഞത് പോയിൻ്റാണ്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, വാർഡ് സഭ നടക്കൂല എന്ന് പറഞ്ഞു. കാരണം ഒരു വാർഡ് സഭ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അതിനകത്ത് കൃത്യമായുള്ള മെമ്പർമാർ വേണം. അതില്ല എങ്കിൽ ആ വാർഡ് സഭ അസാധുവാണ്. ഒരു നാടിൻ്റെ ഒരു വികസനം നടത്തുന്നത് അല്ലെങ്കിൽ വികസന പ്രവർത്തനം, ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ വീടുകൾ കൊടുക്കണം. ആ ലൈഫ് പദ്ധതിക്ക് വീട് കൊടുക്കണമെങ്കിൽ ആ ലൈഫ് പദ്ധതി ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനപ്രതിനിധിയല്ല, ആണോ? അല്ല, ആ വാർഡിലെ ബാക്കിയുള്ള വോട്ടർമാർ ചേർന്നിട്ടാണ്. ഒരു നാടിന് റോഡ് വേണം, ആ റോഡിനെ കുറിച്ച് സംസാരിക്കേണ്ടതാരാ? മെമ്പറല്ല, ആ നാട്ടിലെ വോട്ടർമാരാണ്. അവർ മിനിറ്റ്സിൽ എഴുതപ്പെടുന്ന രേഖ, അതായത് ആ മിനിറ്റ്സ് കൂടുമ്പോൾ മിനിറ്റ്സിൽ രേഖപ്പെടുന്ന രേഖയില്ലേ, ആ രേഖയാണ് എവിടെ ഇരിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡൻറ്റിന് പോലും റദ്ദ് ചെയ്യാൻ പറ്റില്ല. അറിയാവോ? അപ്പോൾ കൗൺസിലിൽ നമ്മൾ നാളെ ഒരു വാർഡ് സഭ കൂടി. അതായത് നിങ്ങൾ വിളിച്ചു കൂട്ടാൻ ആദ്യം പറഞ്ഞ, നിങ്ങൾ മാത്രം വിളിച്ചു കൂട്ടാൻ പറഞ്ഞൊരു കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ആ ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിലായിരിക്കും വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ നടക്കുക. ഈ ഗ്രാമസഭയിലും നമ്മൾ പറയുന്ന ആവശ്യം ഇന്ന കാര്യം ഞങ്ങൾക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ മാത്രം മതി. എത്ര പേർക്കറിയാം? നിങ്ങൾ മത്സരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അറിയാമായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ സാധനം അവിടെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ ഭരണസമിതിയെ പിരിച്ചുവിടാൻ പോലും അധികാരമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മൾ വോട്ട് തന്ന വോട്ടർമാരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും വഞ്ചനയും. ഇപ്പം രാവിലെ നമ്മൾ പോകുമ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ പോയി നമ്മൾ അവരായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ എഴുതി മേടിച്ച് തിരിച്ച് കൊടുക്കണം. അപ്പം രാവിലെ നമ്മുടെ അടുത്തൊരു കാര്യം പറയുന്നു, മെമ്പറെ എൻ്റെ പെൻഷൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാം. ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കയ്യും തലയും മാട്ടിപ്പോയിട്ട് കാര്യമില്ല. വൈകുന്നേരം വരുമ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് കഴിവ്. അല്ലാതെ ഞാൻ അതിപ്പോൾ ശരിയാക്കി തരാം കേട്ടോ, നാളെയും കാണുമ്പോൾ അത് ഞാൻ നാളെ ശരിയാക്കി തരാം കേട്ടോ എന്ന് പറയുന്നതല്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നാളെയും നമുക്ക് ആ നാട്ടിലൂടെ നടക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ സ്വഭാവത്തിന്, ഞാൻ എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, മാവ് കിട്ടി എനിക്ക് KCB-കാരനെ കള്ളു കുടിച്ചാൽ KCB-കാരനെ ഞാൻ പോസ്റ്റുമേ കയറ്റിയത്.
എന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള ശൈലി ആയിരുന്നെങ്കിൽ ഞാൻ പണ്ടേക്ക് കൊണ്ട കൗൺസിലറാ ഞാനെടുത്ത് 2 അടി ഞാൻ കൊടുത്താണ്. ഇനി ഞാൻ വേറെ രസകരമായ ഒരു കഥയെ കൂടി പറഞ്ഞു. പണ്ട് ആദ്യമായിട്ട് ഞാൻ മത്സരിക്കാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ പാർട്ടിയിലാണ്. പാർട്ടി ഒന്നും ഞാൻ പറയാനില്ല, പാർട്ടി പറഞ്ഞാൽ ആളെ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പാർട്ടി പറയാനില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് മത്സരിക്കാൻ പോവുകയുള്ളൂ. അപ്പോൾ ഒന്നുമല്ലാത്ത ഒരു NRI പുറത്തായതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്കൊന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ഈ നെറികേടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 2015 അതെ 2015 ഞാൻ ആദ്യമായിട്ട് നോമിനേഷനൊക്കെ കൊടുക്കുക. നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നോമിനേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയ എൻ്റെ ആശാൻ തന്നെ എൻ്റെ കാല് വാരിയൊക്കെ കൊടുത്തു. എന്നോട് പറഞ്ഞ് ബോസ്കോ പാർട്ടിയുടെ ഡയറക്ഷൻ ഇപ്പം തന്നെ നീ നോമിനേഷൻ പിൻവലിക്കണം. അപ്പോൾ പിൻവലിക്കണോ? ഇപ്പം തന്നെ നീ പിൻവലിക്കണം, അതാണ് പാർട്ടിയുടെ മേലേ തട്ടി എന്നുള്ള ഡയറക്ഷൻ അതാണ്. ശരി, അപ്പം ഞാൻ പോയിട്ട് നോമിനേഷൻ പേപ്പർ ഞാൻ പിൻവലിക്കുന്നു എന്നും പറഞ്ഞ് എഴുതി കൊടുത്ത് നോമിനേഷൻ ഞാൻ പിൻവലിച്ചു. അപ്പോൾ കെട്ടിവെച്ചത് അന്ന് 2000 രൂപയാണ്. ആ 2000 രൂപ ഇപ്പം 4000 രൂപ. അപ്പം അന്ന് 2000 രൂപയുള്ളൂ. ആ 2000 രൂപ ഞാൻ 3 മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു കിട്ടാൻ. ഇതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിളി വന്നേക്കുക. എന്നാൽ ഇവന് ഇത്തിരി മുന്നേ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാല് വാരിയതാണെന്ന് അവനൊരു 5-10 മിനിറ്റ് മുന്നേ പറഞ്ഞായിരുന്നെങ്കിൽ ഞാനത് ഒപ്പിട്ട് കൊടുക്കൂലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ബോസ്കോ നീ ഒപ്പിട്ട് കൊടുത്ത് നിന്റെ രാഷ്ട്രീയത്തിലിറക്കി നിൻ്റെ ആശാൻ തന്നെയാണ് നിൻ്റെ കാലം ആദ്യം പരിയാക്കണം. അയാൾ കാശി പഠിച്ചിട്ടാണ് അപ്പം റെഡി ചെയ്തായിരുന്നു. ഒന്നും മിണ്ടിയില്ല. ഞാനിത് അറിഞ്ഞു വെച്ചേക്കണേണല്ലോ. വൈകുന്നേരം ഇവിടെ വന്നു, എന്താ ബോസ്കോ സുഖമല്ലേ? ഒരു കഴിച്ചാലിങ്ങനെ പുറകോട്ട് നിന്നു. ഒറ്റടി ആ കരണം പൊത്തിയാണ് കൊടുത്തത്. പുള്ളി ഇതിങ്ങനെ ഒരു 3 കറക്കം അങ്ങോട്ട് കറങ്ങിയിട്ട് ഇതിങ്ങനെയാണ് നിന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഇന്ന് വരാം എൻ്റെ കൈപ്പാങ്ങിൻ്റെ നേർക്ക് പുള്ളി നിൽക്കും. ഒന്നെങ്കിൽ സൈഡിൽ നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് ദൂരം കീപ്പ് ചെയ്ത് നിൽക്കും. അന്ന് ഞാൻ കൊടുത്തു. ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ നാളെ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജയിപ്പിക്കില്ല. അപ്പം തന്നെ CPM BJP കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് അതിനകത്ത് ഒരാളെ ജയിപ്പിക്കാൻ നോക്കും. ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. ഇവർ 3 പേര് തമ്മിലുള്ളൊരു കൂട്ടുകൃഷി കച്ചവടമാണ് കേരളത്തിൽ തകൃതിയായിട്ടാണ്. നിങ്ങൾ എത്ര പേര് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെയാണ്? കാരണം ഇപ്പോൾ നാളെ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ എത്ര പേര് വരും? നിങ്ങളെ പിന്തുണക്കുന്ന നിങ്ങൾക്ക് ഏകദേശം ആദ്യത്തെ റൗണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്ന് നിങ്ങൾക്കറിയാം. ഈ എത്ര വോട്ടർമാർ നിങ്ങളുടെ ഒപ്പം വരും പ്രവർത്തിക്കാൻ? പറയൂ, എത്ര വോട്ടർമാർ നിങ്ങളുടെ ഒപ്പം വരും? കുറവായിരിക്കും. എത്ര പേര് വരും? വളരെ കുറവായിരിക്കും, 10 താഴെ. വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണല്ലോ നിങ്ങൾക്ക് വോട്ട് തരാമെന്ന് പറഞ്ഞു. അതിനകത്ത് എത്ര വോട്ടർമാർ നിങ്ങളുടെ ഒപ്പം വരും? വളരെ കുറവായിരിക്കും ആയിരിക്കും. ഇനി നിങ്ങൾ നാളെ ഒരു കാര്യത്തിൽ ഇടപെട്ട് നോക്കുക, ഈ പറയുന്ന പിന്തുണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കേസുകൾ നടത്തുമ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് പോസ്റ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടോ? ബോസ്കോ കളമശ്ശേരിക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട്. ആ പിന്തുണ മാത്രമേ ഉള്ളൂ. ഏത് ഫേസ്ബുക്കിൽ കൂടെ ഉള്ള പിന്തുണ മാത്രമേ ഉള്ളൂ. ഒരാളും നമ്മൾ 1 രൂപയ്ക്ക് സഹായിക്കുന്നു. ഇപ്പം ഞാൻ പല കേസുകളും നടത്തുന്നു. ഇപ്പം ലുലു അടക്കം പല കേസുകളും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് കേസിനകത്തൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ പ്രയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ രസകരമാണ്. അതായത് 1000-ഓളം പേർക്ക് ഭൂമി പതിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ കേസ്.
സർക്കാർ പിടിച്ചെടുക്കുമ്പോഴും 1000 പേർക്ക് 3 സെൻറ്റ് വീതം ഭൂമി പതിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ കേസ്. എത്ര പേര് എന്നാൽ ഇവർക്കൊക്കെ നാളെ ലൈഫ് പദ്ധതിക്കും ബാക്കിയുള്ളതിനൊക്കെ വീട് ഈ കളമശ്ശേരി നഗരസഭയുടെ പരിധിക്കകത്തിരിക്കുന്ന 1000-ഓളം പേർക്ക് അതിനുള്ള സ്ഥലം അവിടെ ഞാൻ കണ്ടുവച്ചിട്ടാണ് ഞാൻ കേസെടുത്തത്. ഒരാൾ പോലും എന്നെ ഫേസ്ബുക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഓസ്കർ കളമശ്ശേരിക്ക് പരിപൂർണ്ണ പിന്തുണ എന്ന് പറയുന്ന അല്ലാണ്ട് ഒരാൾ പോലും നമുക്ക് 1 രൂപ തരില്ല. അല്ലെങ്കിൽ ഞാൻ മേടിക്കാൻ പോയിട്ടുമില്ല, ആരും ചോദിച്ചിങ്ങോട്ട് ഓഫർ തന്നിട്ടുമില്ല. എന്നിട്ട് ഞാൻ ആ കേസ് നടത്തിക്കൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആ പിന്തുണ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെറും പ്രകസനങ്ങൾ മാത്രം. സത്യം പറഞ്ഞാൽ നിങ്ങൾ കൂടെ ഇറങ്ങി വരണ്ടേ. വോട്ട് എന്ന് പറയാൻ വോട്ട് ചെയ്യാൻ മാത്രമല്ലല്ലോ. അപ്പം മറ്റുള്ളവൻ്റെ മുഖം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? നല്ലത് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒപ്പം വന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഉണ്ടോ? എത്ര പേര് വരുന്നുണ്ട്? കയ്യിലെണ്ണാവുന്ന പേര് മാത്രമല്ലേ ഉള്ളൂ. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മലയാളി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ തവണ നോമിനേഷൻ ഞാൻ കൊടുക്കാതെ വെച്ചതും മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത്. കാരണം മലയാളി മാറത്തില്ല. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴും ആ പിന്തുണ നിങ്ങൾ കാണണം. അവിടെ രാഷ്ട്രീയമല്ല വലുത്. അവിടെ ആ നാട്ടിനൊരു ഉപകാരം ചെയ്യുന്ന അവനെയാണ് വലുത്. ഇവിടെ രാഷ്ട്രീയമാണ് വലുത്. ഇവിടെ ഒന്നെങ്കിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP. ഇവർ 3 പേരെ വിട്ടൊരു കളി കേരളത്തിനില്ല. PC ജോർജ് ഒരു തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചോളൂ. പിന്നെ ജയിച്ചോ? എന്തുകൊണ്ടാണ്? ഇതിങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. ഇതാണ് ഇനി ജനപ്രതിനിധി ആയാലുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. അപ്പം ഞാനൊരു ജനപ്രതിനിധി പോലും അല്ലാതെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ച് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വരും. പാതിരാത്രി വരെയൊക്കെ നമ്മളവിടെ നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. ഇതൊന്നും വഴി ഇവർക്കൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കൊണ്ട് പുറകെ എന്നാണ് പറഞ്ഞത്. ഒപ്പം ഉണ്ടെന്ന് ആരും പറയൂല. ഉണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ ഒപ്പത്തിനുണ്ട് എന്നൊരാളും പറയില്ല. പുറകിലുണ്ടെന്നേ പറയത്തുള്ളൂ. ആ പുറകിലിരിക്കുന്നത് അത് വെറുമൊരു വാക്ക് മാത്രമാണ്. അപ്പം അതൊക്കെ കൊണ്ട് നിങ്ങൾ നല്ല രീതിക്ക് പ്രവർത്തിക്കുക. നാളെ നിങ്ങൾ ജയിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെയാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഉപദേശം തന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നാളെ നമ്മൾ അവരെ വഞ്ചിക്കുന്നതിന് തുല്യമായി പോകും. അപ്പം അത് നമുക്ക് അവർക്കൊരു വിഷമമായിരിക്കും. ഇപ്പം വൈകുന്നേരം നിങ്ങൾ വരും, എനിക്ക് ആ സാധനം കൊണ്ടുവന്ന് തരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെ അവരിയ്ക്കും. വൈകുന്നേരമായിട്ട് കിട്ടാണ്ടായി കഴിയുമ്പോൾ ഇന്നും പഴയ കൗൺസിലർമാരെ പോലെ തന്നെ ഈ തവണ ഞങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്ന ആ ഒരു ശൈലി അവരെടുക്കും. അപ്പോൾ അവർക്കത് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. നമുക്കത് നമ്മൾ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. പക്ഷേ അതായിരിക്കരുത്. ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ ചെയ്തു കൊടുക്കും. ഇപ്പം ചിലപ്പോൾ ഒരു 2 മാസവും 3 മാസവും 1 വർഷവും കഴിഞ്ഞിട്ടില്ല. ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ചെയ്തു കൊടുത്താൽ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാനിതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നാളെ നിങ്ങൾക്ക് വോട്ട് കിട്ടും. ഓക്കെ? അല്ലാതെ ഇവിടെ ഇന്ന് മത്സരിച്ച് ഇനി അടുത്ത തവണ അപ്പുറത്ത് പോയി മത്സരിക്കാമെന്നല്ല. ആ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇപ്പം ഇപ്പം എൻ്റെ വാർഡിലേക്ക് വരുമ്പോഴും ഇനി ഞാൻ നിങ്ങളുടെ വാർഡിലേക്ക് വരുമ്പോഴും പുറത്തു നിന്ന് ഒരാളാണെങ്കിലും എല്ലാവരും ആ റോഡ് ബാക്കി എല്ലായിടത്തും വരുന്നതാണ്. അപ്പം അത് മറ്റുള്ളവർ വിചാരിക്കും ആണോ ഇവിടെ ഇരുന്നിട്ട് ഇത് ചെയ്ത് എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പം അത് ചോദിപ്പിക്കാതെ നല്ല രീതിക്ക് മുന്നോട്ട് വരിക. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.